അപ്പൊ നമ്മളെ വീടൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. വീടും നാടും നാട്ടുകാരും എല്ലാവരും. അപ്പോൾ നമ്മളതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷത്തെ നമ്മളെ ചാത്തൻകൊട്ടൂരും താലപ്പൊലി ആണ് കേട്ടോ മറ്റന്നാളേ. അപ്പോൾ ഇന്ന് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അമ്പലത്തിലെ ഡാൻസും കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മളെ വീട്ടിലേക്ക് പൂതവും കാളയും ഒക്കെ കളിക്കാൻ വരും. നമ്മൾ എല്ലാ വർഷവും വീഡിയോ ഇടലുണ്ട്. അതേപോലത്തെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ചൊവ്വാഴ്ചയാണ് താലപ്പൊലി, ഇന്ന് ഞായറാഴ്ച. ഇന്ന് വന്നിട്ടാണ് ഇങ്ങനെ കുറച്ച് വീടുകളിലൂടെ ഇങ്ങനെ പൂതവും കാളിയും വന്നിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ ആദ്യം പൂതം വരും. അത് 12-1 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ വരും. അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. പൂവ്, വിളക്ക്. അപ്പോൾ ജിമ്മ്. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കും പോലെ ഒരാഘോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാനുള്ള ലാസ്റ്റ് താലപ്പൊലിയാണ് ഈ വർഷം വരുന്നത്. ലാസ്റ്റാണ് നമ്മൾ ചാത്തൻകൊട്ടൂരും താലപ്പൊലി വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ കളി തിരുവാതിരക്കളി ഉണ്ട്. അത് നാളെയാണ്. മറ്റന്നാൾ താലപ്പൊലി, നാളെ തിരുവാതിരക്കളി കേട്ടോ. എല്ലാ വർഷവും എന്താ ചെയ്യുന്നറിയാം, മഴ ഇത് കഴിഞ്ഞിട്ടാണ് ഈ താലപ്പൊലിൻ്റെ അന്നാണ് മഴ പെയ്യൽ. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അതാ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താകും എന്തോ അറിയില്ല. പക്ഷെ ആർക്കും കളി നാളെയാണ്. നാളെ വൈകിട്ടാണ്. എന്നും വൈകിട്ടാണ് ഇപ്പൊ മഴയും വരുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് കാര്യമാണ്. നമ്മള് ഒരു ഇത് കാര്യങ്ങളൊക്കെ എന്നാലും ഭംഗിയായിട്ട് നടക്കും. മഴ പെയ്യണം എന്നാണ് പറയുക. കാളക്കണ്ടത്തിൽ വെള്ളം നിൽക്കണം കാളയും കൊണ്ട് കളിക്കാനേ. പൊട്ടുകൾ കേൾക്കുന്നുണ്ട് തോന്നല്ല ഉണ്ട്. അത് ഇവിടെ നിന്ന് കേൾക്കില്ല. ആ ഭാഗത്തേക്ക് നിന്നാല് നമ്മളാ അമ്പലത്തിന്റെ പ്രദേശത്തുള്ളൊക്കെ കൊട്ടുകൾ കേൾക്കാം. കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കാളയൊക്കെ വരുള്ളൂ. അതൊക്കെ ലാസ്റ്റത്തെ വീടിന്റെ ലാസ്റ്റ് കാണിക്കാൻ പറ്റും. കാള വൈകിട്ട് വരുള്ളൂ. 5 മണി 5:30 കാണുന്ന സമയത്ത് കളിച്ചിട്ട് ലാസ്റ്റ് വരെ വീട്ടിലേക്ക് പോവുക ചെയ്യാട്ടോ. എന്താ പറയാ, കല്ലമ്പാലി ആ ഭാഗത്താണ് വീട്. അപ്പോൾ ഒരിങ്ങനെ കളിച്ചിട്ട് ലാസ്റ്റ് അങ്ങോട്ട് പോകും. നമ്മൾ ഇത് കൂടെ എളുപ്പമാണ്. പിന്നെ പൂതം പറയുന്നത് ഇതിലെ വന്നിട്ട് നമ്മൾ ഇതിലെ ചുറ്റുഭാഗത്തൊക്കെ കളിച്ചിട്ട് എങ്ങനെയാണ് പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. മുന്നേ കുട്ടി പറഞ്ഞിട്ട് ഇങ്ങനെ ആകാംക്ഷയിലാക്കണില്ല. ആരും സ്കിപ്പ് ചെയ്യണ്ട, കണ്ടോളി. പൈസയൊക്കെ കൊടുക്കും. അതെ, നിറച്ചെപ്പ്. പിന്നെ നമ്മള് കോടിയിലെ മുണ്ട് കോടി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ പൈസ അതൊക്കെ കൊടുത്തില്ല നമ്മൾ എവിടെ വിളിച്ചിട്ട് കാര്യം നമ്മളെ വിളിച്ച് വരുത്തിട്ട് അത് ചോദിച്ചു വാങ്ങുവേ. അപ്പൊ ആദ്യം പൂ ഇപ്പൊ ചെമ്പരത്തി പോകുന്നില്ലേ, ഇവിടെയൊക്കെ മധുര വെച്ച കാരണം പോയി. കടലാസ് പൂവിൻ്റെ ഒരു കളറാണ് ഇത്. ഇത് ഡെയിലി എന്താ പറയാ, ഓരോ ദിവസം കൂടുന്നിടത്തോളം കളറിനൊരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇത് വെള്ളയെന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേ ഇതെന്താ വെള്ള രസമല്ലാന്ന്. പക്ഷെ പിറ്റേന്നേക്ക് ഇതിന് റോസ് കളർ വരാൻ തുടങ്ങി. പിറ്റേന്ന് അത് ഇത്തിരി കൂടി കൂടി അങ്ങനെ വരികയാണ്. ഞാൻ പറഞ്ഞ സംഭവം ആദ്യം കണ്ട വെള്ള വന്നത്, പിന്നെയാണ് ഈ കളറിലേക്ക് മാറിയത്. അതേപോലെ നമ്മൾ അവിടെ പൂവൊക്കെ ആയിട്ട് അങ്ങനെ ഭംഗി ഉണ്ടാക്കാം. ഇന്നലെയൊക്കെ ഇതൊന്ന് പണി ആ റൂത്തൊക്കെ അതിലുണ്ടായിട്ട് നമ്മളെ എറണാകുളത്തെ പത്തനി മുല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതില് എറണാകുളത്ത് നിന്ന് വന്ന ചെടികളൊക്കെ ഉണ്ട് ഇതില്. അതൊക്കെ പിന്നെ തറവാടുന്ന് കുട്ടിയൊക്കെ തന്നതാണ്. 10 മണിയായ വിരിയോ, അതല്ലേ പിന്നെ ഭംഗി. പിന്നെ വാടിയാലും കുഴപ്പമില്ല, അപ്പൊ കാണാലോ. നമുക്കിതൊക്കെ പൊളിയുണ്ട്. ഇവിടെ എന്തെങ്കിലും റോഡ് പണി എടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും സിമെന്റ് കൊണ്ട് ചെയ്യണം. അപ്പൊ നീ മഴ കയ്യാതൊന്നും ചെയ്യണ്ട. സിമെന്റ് ഒക്കെ ആക്കിയപ്പോ പൊളിഞ്ഞിടാനായിട്ട് നല്ല ഇടി മഴ. അവിടെ നല്ല ദിവസങ്ങളുണ്ടല്ലോ. മതിയല്ലോ, റെഡിയാക്കല്ലേ. ഇപ്പൊ റെഡിയാക്കാട്ടോ. നമ്മളെ ചോറും കറി അതൊക്കെ ആക്കണം. ഞങ്ങൾ കളരിയിൽ പോയെന്നെ, തിരുവാലി അമ്പലത്തിൽ രാവിലെ അവിടെ പോയി. അവിടുന്ന് വന്നിട്ടാണ് നമ്മളെ വീട് ഒരുക്കാൻ നിൽക്കണത്. നമ്മളെ കൂട്ടാൻ പണി നോക്കുകയാണ് കേട്ടോ. എളുപ്പമുള്ള കറി ആയതുകൊണ്ട് പിന്നെ കുറേ നേരം ഇതൊന്നും പണിയെടുത്തിട്ടില്ല. അച്ഛനാണ് നല്ല പണി. ഇതാണ് കേട്ടോ തിരുവാതിരക്കളിന്റെ സെറ്റ് മുണ്ട്. ഒന്ന് മുണ്ടും ഒന്ന് അതിന്റെ സാരിയാണ് കൊടുക്കണേ. കണ്ടോ, വീതിയുള്ള ചുമപ്പ് പറഞ്ഞാൽ നല്ല ചുമപ്പാണ് കേട്ടോ. അതിന്റെ ബ്ലൗസ് ഇന്ന് കിട്ടും. തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. സന്തോഷം. എന്റെ 10ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട് എപ്പോഴും ഉണ്ട്. ക്ലാസ്മേറ്റ് ആണ്. അയ്യോ അത് കണ്ടവളുള്ളോടൊന്ന് പണി വെച്ചിട്ടോ. ഉറങ്ങിച്ച് വരികയാണ്. കള്ളർക്ക് ഉറങ്ങിച്ചാലാണ് ഇത് കിട്ടുകയെന്ന് അറിയാം. അത് കാരണം പെട്ടെന്ന് ഒരു പൂച്ചർക്ക് ഉറങ്ങിയിട്ട് വരിക. നമുക്കിത് കിട്ടുമല്ലോ.
സെറ്റ് മുണ്ടൊക്കെ ഓൺലൈൻ ഉണ്ടാവും അല്ലേ? ടാഗ് ചെയ്ത് കൊടുക്കല്ലേ? കുറഞ്ഞ വിലയുള്ളൂ. അതിൻ്റെ ഒപ്പം അതിന് ബ്ലൗസ് പീസും കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ തയ്ക്കാൻ കൊടുത്തത്. ലൈനിങ് ഇട്ട് അടിക്കുക. ഇതൊക്കെ കൊടുക്കണോ? കഴിഞ്ഞോട്ടോ. ഇനി ഇന്ന് ചോദിക്കരുത് കേട്ടോ. ഇന്നലെ അങ്ങനെ ഈ കുഞ്ഞു കുട്ടികൾ ഉറങ്ങി നീച്ച് വരുമ്പോൾ അവർ കണ്ണും തിരുമ്പി വരുന്നത് കോട്ട വിട്ട് എന്ന പോലെയാണ് എടുത്തു. ഇങ്ങനെ വരും കണ്ണു ചെമ്പിട്ട് വായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച്. അപ്പോൾ നമുക്കൊരു പാവം തോന്നും. അപ്പോൾ നമ്മളിത് കൊടുക്കൽ എന്താ കാട്ടണേ? ടാറ്റാന്നാ. ഇന്നലെ ഫാൻസി പോയിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ആ പോയത് തന്നെ വൈകുന്നേരം സമയത്താണ് കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയില്ല. എനിക്ക് ഇങ്ങനത്തെ വലിയ പൊട്ടിനോടാണ് ഇഷ്ടം കേട്ടോ. വലിയതിടും. പക്ഷെ ഇത് കളിക്കാറുണ്ട് വാങ്ങിയതൊന്നല്ല. അതിനൊക്കെ 5 ഉറുപ്പിയുള്ളൂ. അപ്പോൾ അങ്ങനെയായിട്ട് വാങ്ങിയതാണ്. 5 ഉറുപ്പിക്കൊക്കെ പൊട്ടോ അല്ലേ? മുടിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മുടിയൊക്കെ വാങ്ങിയത്. അധികം വലിപ്പമല്ല, കുറച്ച് വലിപ്പമുള്ളൂ. ഇത് മതി അറിയില്ല. എല്ലാവരും വാങ്ങി. അപ്പം ഞാനും വാങ്ങി വലിപ്പത്തിൽ കേട്ടോ. അല്ലാത്ത കുറച്ച് മുടിയല്ലേ ഉണ്ടായിക്കോട്ടെ. ഇത് കൂടി വെച്ചെടുത്താൽ മതി. പിന്നെ പൂവ് വാങ്ങിയത് പ്ലാസ്റ്റിക് പൂവാണ്. കാരണം ആ സമയത്തേക്കൊക്കെ ഇപ്പം നമുക്ക് പൂവൊന്നും കിട്ടാൻ, ഒറിജിനൽ പൂവൊന്നും കിട്ടാൻ നമ്മുടെ വണ്ടൂർ പോകണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? പ്ലാസ്റ്റിക് വാങ്ങിയിട്ടാണ് കൊണ്ടുവന്ന് അങ്ങനെ വെച്ചതാണ്. അധികമൊന്നുമില്ല കേട്ടോ ഉള്ളത്. കമ്മലെടുത്തില്ല അല്ലേ? മാല. എൻ്റെ വീഡിയോ കാണുന്നവരിപ്പോൾ നമ്മളെ കളിക്കുന്ന കൂട്ടത്തിലുണ്ട് കേട്ടോ. തിരുവാതിരക്കഴിഞ്ഞ പോലെയൊക്കെ കാണുന്നുണ്ടാവും. ഇതാണ് വാങ്ങിയത്. എല്ലാവർക്കും ഒരേപോലത്തെ നമുക്ക് കിട്ടൂല. അതിന് 100-200 ആൾക്കാർ 100 ആൾക്കാരുണ്ട്. ഇപ്പോൾ പറക്കെ എടുക്കാം കേട്ടോ. 200ഓളം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ കിട്ടൽ കുറച്ച് പാടാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉള്ളത് നമ്മളോട് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ വാങ്ങി. ഇതിനൊക്കെ 10 ഉറുപ്പിയുള്ളൂ കേട്ടോ. ഒരുപാടെണ്ണം ഉണ്ട്. 5 10 ഉണ്ട്. ഈ സാധനം ഭയങ്കരമാണ്. ഇവിടെ ഇങ്ങനെ ഇട്ട് കുത്താൻ. ഇനി നമ്മളെ ഫേവറേറ്റ് സാധനം ബിഗ്ബിയാണ് കേട്ടോ. ഇത് ഇടുന്നതിന് മുതലാവില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ മാറ്റി. കുഞ്ഞോൾ പോലെ അവിടെ കിടക്കഞ്ഞേ പോലെ. പിന്നെ നമ്മളെ ക്രാപ്പ് ഇത് ഇതിക്ക് വേണ്ടതൊന്നല്ല. ഇത് നമ്മൾ ചെന്ന് കണ്ടാൽ പിന്നെ നമ്മളെ കണ്ണ് പല വയ്ക്കല്ലേ പോവുക. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ക്ലിപ്പൊന്നും പെടൽ തന്നെ അല്ല കേട്ടോ. ഇത് ഞാൻ ആ മുടി വെക്കുമ്പോൾ അത് കൂട്ടി ക്ലിപ്പ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ വളേൻ്റെ ഒക്കെ ഒരു വലിയ ശേഖരം കേട്ടോ അവിടെ. കുപ്പിവള ഇപ്പം അങ്ങനെ ഒരുവിധം ഫാൻസികളിലൊന്നും കുപ്പിവള ഇല്ല. പക്ഷെ നമ്മളെ ഈ ഫാൻസിയിലുണ്ട് കേട്ടോ കുപ്പിവള. ഏത് കളർ വേണമല്ലോ അവിടെ. എല്ലാവരും മടങ്ങി പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ നല്ലോണം കുറച്ച് വാങ്ങിയിട്ടുണ്ട്. 10-20 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് 2 വരുന്നുണ്ടോക്കല്ലേ. കറി വെക്കണം. ഞാൻ പാദസരം വാങ്ങിയിട്ടുണ്ട്. പാദസരം 40 രൂപയുള്ളൂ കേട്ടോ. പാദസരം നോക്കി. ഇതിന് മുത്ത് ഞാൻ എടുത്തിട്ടെങ്കിലും പറയണ്ട വിചാരിച്ചിട്ട് ആ മുത്ത് എടുത്തിട്ട് 40 രൂപേൻ്റെ ഒരു പാദസരം. ഇതിനൊരു പേരുണ്ടിട്ട് എന്താണെന്ന് ഞാൻ മറന്നുപോയി. നോക്കിയൊക്കെ അല്ലാത്ത പാദസരത്തിനോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പം ഇനിയിപ്പോൾ അധികമൊന്നും പാദസരം നമ്മൾ ഇട്ടൂലല്ലോ. വയസ്സ് ഇങ്ങനെ കയറി പോവല്ലേ. ഈ പാദസരം, കമ്മല്, പൊട്ട് ഇതിനോടൊക്കെ ഒരു ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ പൂതൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്തു? ചോറിനാണ് വിചാരിച്ചു. കറിയൊക്കെ വേഗാക്കി ഉണ്ടാക്കണമൊന്നും കാട്ടില്ല കേട്ടോ. എന്നിപ്പോൾ ഈ താളിപ്പൊന്നും ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കഞ്ഞിളത്തിൽ വെക്കുന്ന നമ്മൾ താളിപ്പ് മുരിങ്ങയില. അപ്പോസിനെ ആയിക്കോട്ടെ ആദ്യം കേട്ടോ. താളിപ്പ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കുന്നത്. അത് ഇങ്ങനെ ഉണ്ടാക്കിയ നമ്മളെ കൈപ്പങ്ങേൻ്റെ ആ പുളിയിട്ട് വെച്ചില്ല അതേന്നു കേട്ടോ. പിന്നെ ഇത് സോയാബീൻ വറുത്തതാണ്. ഇത് വഴുതനങ്ങ. അപ്പോൾ നമ്മളെ വഴുതനങ്ങനെയാണ് കേട്ടോ. നമ്മളെ തൊടിത്തെ വഴുതനങ്ങയും പച്ചമുളകും ഉണ്ട്. ഇതിന് നമ്മൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. മാങ്ങ ഉപ്പ് തിരുമ്മിയത് നമ്മളെ പൂതവിടെ എത്തിട്ടോ. നമ്മള് വാതിലടച്ചിട്ടപ്പോ ഒന്നും കേട്ടില്ല. വിളക്കൊക്കെ കൂടെ കൊടുന്നേ കേട്ടോ. ഇവത്തല്ലമ്മ
ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലേ നോമ്പിലല്ലേ അല്ല കഴിക്കാൻ പാടില്ല രാത്രി അങ്ങനെയാണ് നോമ്പ് തുടങ്ങിയാല് ഇങ്ങനെ നമ്മളെ പൂതം വന്നു പോയി. ഇനിയിപ്പോ കാള വരാനുണ്ട് കേട്ടോ. അതിന് കുറച്ച് സമയം എടുക്കും, 5 മണിയൊക്കെ ആവും കേട്ടോ. അപ്പൊ നമുക്ക് അപ്പ കാണാം കേട്ടോ. പാറു പേടിച്ചതാ ഇവിടെ നോവുണ്ട്. ഈ വൈക്കൊന്നും കണ്ടിട്ടില്ല ഓളെ, ആദ്യമായിട്ടല്ലേ ഓള് വന്നിട്ട് ആദ്യത്തെ താല്പര്യമാണ്. വന്നു പോകുകയാണ് അങ്ങനെ അവിടെ വരുന്നുണ്ട്. എന്തായി കളി എന്തായി? ഇപ്പൊ നമ്മളെ കാള വന്നു കൊടുക്കുന്നുണ്ട്. അല്ല ഇനി ഇതില് അതിലേക്കുള്ള മുഖം കാണിക്കില്ല. യാത്ര എല്ലാവരും കാണുന്നതാണ്. ഞാൻ ഒറ്റക്കല്ല കാണേ. അപ്പൊ ഇത് കാണുന്നുണ്ടല്ലോ ആൾക്കാര്. അത് കാണും. നമ്മളെ കാളാളിയാണ് പൂതം നമ്മളെ വീട്ടിൽ വന്നീനി അതിലെ ഇങ്ങോട്ട് വന്നത്. അല്ല അത് കൂടെ ആറോട്ട് കൂടെ ഡ്രസ്സ് കൊടുത്ത് പറയണമ്മ. പിന്നെ എന്താ കാള വന്ന് പോയി കുറേ സമയം നമ്മൾ വിളക്കഴിക്കണം 6:15 ഈ സമയത്തേക്കാണ് അങ്ങനെ വരിക. ഇനിയിപ്പോൾ കുറച്ച് വീടും കൂടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോകും. ഇതിൻ്റെ പട്ടി കൂടെ വീട്ടിൽ പോവാം. ബാക്കിയൊക്കെ നമുക്ക് ഉത്സവപ്പറമ്പെന്നൊക്കെ നമുക്ക് നമ്മളെ സമയം നല്ല ഞങ്ങൾ തിരക്കാവുന്നതിനോട് പോരും. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്നാലും കാളകൾ കുറേ ഉണ്ട്, പല തരത്തിലുണ്ട്, വലുതും പല വലുപ്പത്തിലുള്ളതൊക്കെ ഉണ്ട്. പിന്നെ പൂതൊക്കെ ഒരുപോലെ തന്നെയാവും, പക്ഷെ ഒരുപാട് എണ്ണം ഉണ്ടാവും.
10 12 അങ്ങനെയൊക്കെ എണ്ണ. അപ്പൊ നാളെ നമുക്ക് നമ്മളെ പരിപാടി കളികളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം. നാളെ നമുക്ക് പരിപാടി. അപ്പം ഇനി നാളെ കാണാം കേട്ടോ.